ഓരോരുത്തർക്കും ധാരാളം എന്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള ഡാഷ് വയ്ക്കപ്പെട്ടിരിക്കുന്നു. നുകം. ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും ഏതിനെ കുറിച്ചായിരുന്നു? മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഭൂഷിഷ്ടനായിരിക്കുന്നത് ആരെന്നാണ് പ്രഭാഷകൻ 40-ാം അധ്യായത്തിൽ പറയുന്നത്. രാജാവ് മുതൽ പൊടിയിലും സാരത്തിലും കഴിയുന്ന എളിയവൻ വരെ. രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും എന്തിന് അധീനരായിത്തീരും? കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവ. യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവന് എന്തിന് അസ്വസ്ഥനാകുന്നു? ദുസ്വപ്നങ്ങളാണ്. അവനും അല്പം മാത്രം ലഭിക്കുന്നത് എന്ത്? വിശ്രമം. ഇപ്പോഴാണ് അവൻ ഞെട്ടിയുണരുകയും സ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. രക്ഷയോട് അടുക്കുമ്പോൾ. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടി? ദുഷ്ടർക്ക്. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? വിശ്വസ്തത. എന്ത് പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് തീയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോവുകയും ചെയ്യുന്നു. അനീതി. ആർക്ക് സന്തോഷം ലഭിക്കുമ്പോൾ പാപികൾ നിശേഷം പരാജയപ്പെടുന്നത്? ഔദാര്യശീലന്. ആരുടെ സന്തതി അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ എന്ന് പറയുന്നത്? ദൈവഭയമില്ലാത്തവന്റെ. ആരാണ് നിശേഷം പരാജയപ്പെടും എന്ന് പ്രഭാഷകൻ പറയുന്നത്? പാപികൾ. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ഡാഷിലേക്കും മടങ്ങുന്നു. ജലത്തിലേക്കും. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? ദാനധർമ്മം.
ആശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. ഏത് ലഭിച്ചവന് ഇവരെക്കാൾ ഭാഗ്യവാനാണ്? നിധി. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. എന്താണ് ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്? സതുപദേശം. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. എന്താണ് ഇവയേക്കാൾ അഭികാമ്യമാണ്? ദൈവഭക്തി. മകനെ, ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ എന്താണ് ഭേദം? മരണം. എന്താണ് അനുഗ്രഹത്തിന്റെ ആരാമം പോലെയും ഏത് മഹത്വത്തെയുംക്കാൾ നന്നായി അത് മനുഷ്യരനെ ആവരണം ചെയ്യുന്നുവെന്നും? ദൈവഭക്തി. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ആരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്? ഭാര്യാഭർത്താക്കന്മാർ. ആരാണ് വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത്? സഹായകരും സഹോദരരും. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ്? ജ്ഞാനതൃഷ്ണ. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകം എന്താണ്? വയലിലെ ഇളം തളിരുകൾ. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ആണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. ഇവ രണ്ടിനേക്കാൾ എന്താണ് വിലമതിക്കപ്പെടുന്നു? നിഷ്കളങ്കയായ ഭാര്യ.